ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെറ്റ്ലിങ്ക് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നെറ്റ്ലിങ്കിൻ്റെ V2801SE എന്ന് പറഞ്ഞിട്ടുള്ള ONUവിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ONUവിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ IEEE സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള EPON ടെക്നോളജി ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പോർട്ടുകൾ 3 എണ്ണമാണ് ഉള്ളത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഒരു പവർ പോർട്ട്, പിന്നെ ഒരു എതർനെറ്റ് ലാൻ പോർട്ട്, അത് 1000 Mbps ജിഗാബിറ്റ് പോർട്ടാണ്, പിന്നെ ഒരു പോൺ പോർട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ EPON മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് കോൺഫിഗർ ചെയ്യുന്നതിന് ഇതിന് ആദ്യമായിട്ട് ഇത് കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണം, കാരണം ഇതിന് വൈഫൈ ഇല്ലല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് IP അഡ്രസ്സ് നമ്മൾ ആദ്യം മാനുവലി സെറ്റ് ചെയ്യണം. കാരണം DHCP ഫസ്റ്റ് ടൈം അതിൽ ഓണായിട്ടാവില്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ നെറ്റ്വർക്ക് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എതർനെറ്റിൻ്റെ ഇത് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും IP അസൈൻമെൻറ്റ് ഓട്ടോമാറ്റിക് എന്നായിരിക്കും. അത് എഡിറ്റ് ചെയ്തിട്ട് അത് മാനുവൽ കൊടുക്കാം. എന്നിട്ട് IPv4 നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു മോഡത്തിൻ്റെ ONUവിൻ്റെ റേഞ്ചിൽ വരുന്നത്, അതായത് ഇതിൻ്റെ ലോഗിൻ വരുന്നത് 1.1 ആയിരിക്കും. അപ്പോൾ 168.168.168.168 കഴിഞ്ഞിട്ടുള്ളൊരു സംഖ്യ കൊടുക്കുക, ഒരു 2 or 3 ഒക്കെ കൊടുക്കുക. ഞാൻ 2 കൊടുക്കാം. എന്നിട്ട് സബ്നെറ്റ് പ്രിഫിക്സ് ലെങ്ത് 24 കൊടുക്കാം. ഗേറ്റ് വേ 192.168.1.1 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ V2801SE എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അഡ്മിൻ അതിൻ്റെ താഴെ ഉണ്ടാവും. നിങ്ങൾ ഏതോ ONU ആണോ ചെയ്യുന്നത് അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഏത് IP അഡ്രസ്സിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്, അതുപോലെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഡീഫോൾട്ടായിട്ടുള്ള താഴെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. നെറ്റ്വർക്കിൽ ക്രിയേറ്റ് വാൻ കണക്ഷൻ എന്നുള്ള അതിൽ നമ്മളൊരു പേര് കൊടുക്കാം. നിങ്ങൾ ISP ഏതാണോ, അപ്പോൾ BSNL, റെയിൽവേ, കേരള വിഷൻ ഏതാണോ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ നെറ്റ്ലിങ്ക് എന്ന് മാത്രം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് VLANോട് കൂടിയാണ് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ VLAN കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ VLAN ടിക്ക് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ VLAN ID കൊടുക്കാം. എന്നിട്ട് ബാക്കി റൂട്ട് മോഡ്, ഇൻ്റർനെറ്റ്, PPP അതൊക്കെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ PPOE യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നാറ്റ് ടിക്കാണെന്ന് വെരിഫൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണക്ഷന് ക്രിയേറ്റ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് നമ്മൾ ആദ്യം പറഞ്ഞു DHCP സെർവർ ഓൺ ആയിരിക്കില്ല, അതായത് നമ്മൾ മാനുവലി IP സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ലാനിൽ വന്നിട്ട് എനേബിൾ DHCP സെർവർ എന്നുള്ള ടിക്ക് ഇടാം. പിന്നെ അസൈൻ ISP DNS എന്നുള്ളത് അതും ടിക്ക് ഇടാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒന്ന് റീകണക്റ്റ് ആകും, കാരണം DHCP ഓട്ടോമാറ്റിക്കലി ഇനി വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല, മാനുവലി IP സെറ്റ് ചെയ്തില്ല, അത് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇപ്പോൾ സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ താഴെ വന്നിട്ട് നെറ്റ്വർക്കിൽ വന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഓട്ടോമാറ്റിക്കലി ആക്കാം. നമ്മൾ സ്റ്റാറ്റസിൽ പോയിട്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും IP അഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ പോൺ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിക്കൽ പവറൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ഇൻഫർമേഷൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. മാത്രമല്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ടെക് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ.